നന്ദി, നമസ്കാരം. അടുത്തതായി തൃശൂർ രൂപതയിലെ വിശ്വാസികളുടെ മഹാനായ ഇടയൻ ബിഷപ്പ് എന്നു ആദരപുരസ്സരം ക്ഷണിക്കുന്നു. വേദിയിലെ സന്നിഹിതരായിരിക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരുമായിട്ടുള്ള എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സ്നേഹമുള്ള മാധ്യമ പ്രവർത്തകരെ, SKSFൻ്റെ രജത ജൂബിലിയോടെ ഗ്രാൻഡ് ഫിനാലയിൽ സംബന്ധിക്കാൻ കഴിയുന്നതിൽ അനൽപമായിട്ടുള്ള ആനന്ദവും അഭിമാനവും ഉണ്ട്. തൃശ്ശൂരിലെ സർവ ക്രൈസ്തവ വിഭാഗങ്ങളുടെയും ഊഷ്മളമായ ആശംസകളും പിന്തുണയും ഈ സമ്മേളനത്തിന് ഞാൻ നേരുകയാണ്. SKSS വയ്ക്കുന്ന ഒരു പുതുമയുണ്ട്. ഞാൻ തനി തൃശ്ശൂർക്കാരനാണ്, മാത്രമേ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളൂ. എത്രയോ വർഷങ്ങളായിട്ട് കിടക്കുന്ന ഈ അയ്യന്തോൾ ഇതുപോലെ സുപ്രധാനമായിട്ടുള്ളൊരു സമ്മേളന നഗരി കണ്ടെടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ പുതുമ. എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തി. ഇവിടെ TS ചന്ദ്രമോഹനൊക്കെ ഇരിക്കുന്നുണ്ട്. നമുക്കാർക്കും കാണാൻ കഴിയാത്തത് കാണാൻ ഫൈസി ഓണംപള്ളിക്ക് കഴിഞ്ഞു എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു. ഞാൻ അഭിനന്ദനങ്ങൾ നേരുകയാണ്. നിങ്ങൾ സംസാരിക്കുന്ന വിഷയം വളരെ പ്രസക്തമായിട്ടുള്ളൊരു വിഷയമാണ്. ഇന്ത്യയുടെ ബഹുസ്വരത. ഒരു മതാധിഷ്ഠിതമായ ഒരു രാഷ്ട്രമായിട്ട് ഇന്ത്യ അസാധ്യമാണ്. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിച്ചിട്ടുണ്ട്, ഈ ബാബറി മസ്ജിദ് പൊളിച്ചു കളഞ്ഞപ്പോൾ ഇവിടുത്തെ മുസ്ലിമുകൾ പാലിച്ച ഒരു മഹാമനസ്കതയുള്ള സമചിത്തതയുണ്ട്. അതൊരു പക്ഷേ ഇവിടെ നൽകിയത് ഖുർആൻ മാത്രമല്ല, ഈ നാടിൻ്റെ മണ്ണിൻ്റെ മണവും സംസ്കാരവുമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഇസ്ലാം ഈ നാടിൻ്റെ മണവും ഈ നാടിൻ്റെ സാംസ്കാരിക പൈതൃകങ്ങളുള്ള ആണ്. ഞാൻ തന്നെ പറയാൻ ആഗ്രഹിക്കുക, എൻ്റെ അമ്മ അധികം വിദ്യാഭ്യാസമില്ലാത്ത ഒരു പാവപ്പെട്ട സ്ത്രീയാണ്. ഞാൻ 10ാമത്തെ കൊച്ചനാണ്. എൻ്റെ അമ്മയ്ക്ക് ഞാൻ ജനിച്ച തീയതി അറിയാൻ പാടില്ല, ഒരിക്കലും അറിഞ്ഞുകൂടാ. എൻ്റെ അമ്മ എപ്പോഴും എന്നോട് പറയുന്നത്, തൃശ്ശൂർ പൂരത്തിന് വെടി പൊട്ടിയപ്പോഴാണ് നിന്നെ ഞാൻ ജനിച്ചിട്ടുള്ളത്. ഞാൻ എൻ്റെ ഹൈന്ദവരായിട്ടുള്ള സുഹൃത്തുക്കളോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ നാള് പൂരമാണെന്നാണ് പറയുന്നത്. എൻ്റെ അമ്മയ്ക്ക് അതറിയാൻ പാടില്ല. എൻ്റെ അമ്മ ഒരു ക്രൈസ്തവയാണെങ്കിലും ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ചിട്ടല്ല എൻ്റെ ജന്മദിനം കണ്ടിട്ടുള്ളത്. അമ്മ അത് കണ്ടിട്ടുള്ളത് തൃശ്ശൂർ പൂരത്തിന് വലിയ വെടിക്കെട്ടിൻ്റെ ബഹളത്തിലാണ് നിന്നെ ഞാൻ പ്രസവിച്ചിട്ടുള്ളത്. ഞാനത് പറയുന്നത്, നമ്മുടെ നാടിൻ്റെ മനസ്സ് എന്ന് പറയുന്നത് മതം മാത്രമല്ല, മതവും ഈ മണ്ണും കൂടെ ചേരുന്ന ഒരു മനസ്ഥിതിയാണ് നമുക്കുള്ളത്. എനിക്ക് തന്നെ പറയാൻ ആഗ്രഹമുണ്ട്, ഈ വേദി ഒരുക്കാനായിട്ട് ഫൈസി ഓണംപള്ളി പരിശ്രമിക്കുന്ന സമയത്ത് ഇതിൽ നല്ലൊരു ഭാഗം കിടക്കുന്നത് ക്രൈസ്തവരുടെ കയ്യിലാണ്. എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അക്കാര്യത്തിൽ നിങ്ങൾ അഭിപ്രായ വ്യത്യാസം പറയണ്ട, അവരുടെ കയ്യിലുള്ള സ്ഥലമാണെങ്കിൽ അത് SKSFൻ്റെ രഥജൂബിൽ അവിടെ വെച്ച് നടത്തുമെന്ന് ഉറപ്പ്. ഞാനത് പറയുന്നത്, നമ്മുടെ നാടിൻ്റെ അകത്ത് ഒരുപാട് നന്മയുണ്ട്. അത് ഒരു സുപ്രഭാതത്തിൽ ഒരാൾ വന്ന് മാറ്റാൻ വിചാരിച്ചാൽ നടക്കില്ല. അതാണ് ഈ നാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ നാടിൻ്റെ ഏറ്റവും വലിയ നന്മ അതാണ്. ഞങ്ങളുടെ ഒരു ദേവാലയത്തിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിച്ചപ്പോഴും ഞാൻ മുഖ്യാതിഥിയായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്.
പക്ഷേ ഞങ്ങളുടെ ജൂബിലിയുടെ വിളക്ക് കത്തിക്കേണ്ട വന്നു കഴിഞ്ഞപ്പോൾ പൂണൂലണിഞ്ഞ ഒരു നമ്പൂരി, അദ്ദേഹം ഷർട്ട് ഇട്ടിട്ടില്ല, അദ്ദേഹം ഒരു മുണ്ടൊക്കെ പുതച്ച് വന്നിട്ടാണ് അത് കത്തിച്ചത്. ഞാൻ അമ്പരന്ന് പോയി. എന്നെയും കൂടെ ഓവർടേക്ക് ചെയ്തിട്ടാണ് അദ്ദേഹം അത് കത്തിച്ചത്. ഞാൻ കൂടെ നിന്നെന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ആ നാട്ടുകാരെന്നോട് പറഞ്ഞു, ഇവിടെ മാർപ്പാപ്പ വന്നാലും ഈ തിരി കത്തിക്കാനുള്ള അവകാശം ഈ മനുഷ്യനാണ്. കാരണം എന്നോട് പറഞ്ഞു, ഈ നാട്ടിലെ 8 കിലോമീറ്ററുകൾക്കകലെ വരടിയം എന്ന് പറയുന്ന കൊട്ടേക്കാടിൻ്റെ അറ്റം കിടക്കുന്ന ഭാഗമാണ്. കർക്കിടക മാസത്തിൽ ഒരു ശവം കൊണ്ടുപോകുന്ന കൊണ്ടുപോകുന്ന വഴിയിലെയും കൂനാക്കൂന ഇരുട്ടത്തും കൊടും മഴയിലെ ഈ ക്രൈസ്തവരെ ഈ മൃതദേഹമായിട്ട് പോകുന്ന കണ്ടപ്പോൾ ഈ നമ്പൂരി ഇല്ലത്തിൻ്റെ ഉമ്മറത്ത് അത് വെക്കാൻ പറഞ്ഞു. നിങ്ങൾ ഈ മഴയത്ത് കൊണ്ടുപോകരുത്, അത് ഈ മൃതശരീരത്തോട് കാണിക്കുന്നൊരു ബഹുമാനക്കുറവാണ്. അതിനുശേഷം ഈ മൃതശരീരം കാലാവസ്ഥ അനുകൂലമായപ്പോൾ കൊണ്ട് അടക്കി തിരിച്ചു പോകുമ്പോൾ അവർ ഇല്ലത്ത് വിളിച്ച് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്കൊരു പള്ളി ഇവിടെ വേണം. അദ്ദേഹം കൊടുത്ത പറമ്പിലാണ് ഇന്ന് വരടിയം പള്ളി നിലകൊള്ളുന്നത്. അതിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിച്ചപ്പോൾ ആ തറവാട്ടിലെ കാരണവരാണ് അദ്ദേഹം. ഞാനിത് പറയുന്നത് നമ്മുടെ നാടിൻ്റെ ബഹുസ്വരത, നമ്മുടെ നാടിൻ്റെ പൈതൃകം എന്ന് പറയുന്നത് എല്ലാം കൂടിക്കലർന്നതാണ്. ഞാൻ ഒരിക്കൽ ബറോഡയിൽ സംസാരിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴും ഒരു കുഞ്ഞെന്നോട് ചോദിച്ചു, ഫാദറെ, എന്തുകൊണ്ട് ഇന്ത്യൻ നാഷണൽ ഫ്ലാഗിൽ 3 കളർ കൊടുത്തിരിക്കുന്നത്? അതിൽ കുങ്കുമമുണ്ട്, അതിൽ പച്ചയുണ്ട്, അതിൽ വെള്ളയുണ്ട്, ചക്രമുണ്ട്. ആ കുഞ്ഞിൻ്റെ ധാരണ ഇന്ത്യയിലെ തുണി കിട്ടാൻ പഞ്ഞമായതുകൊണ്ട് പല കളർ ചേർത്ത് ഇന്ത്യൻ നാഷണൽ ഫ്ലാഗ് തയ്ച്ചെന്ന കുഞ്ഞ് മനസ്സിലാക്കുന്ന. അല്ല, ഈ നാടിൻ്റെ ബഹുസ്വരതയാണ് ആ ഇന്ത്യൻ നാഷണൽ ഫ്ലാഗ് ഉയർത്തുന്നത്. അതുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ ഇന്ത്യയെ മാറ്റിമറിക്കാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് അവർ വിഡ്ഢികളുടെ ലോകത്തിലാണ്. ഇവിടുത്തെ ഹിന്ദുക്കൾ അത്ര മണ്ടന്മാരൊന്നുമല്ല. ഒരുപക്ഷെ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ചൂഷണം ചെയ്ത് ഈ പാവങ്ങളെ ബലിയാടുകളാക്കാൻ ചിലപ്പോഴേ കഴിഞ്ഞേക്കും. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനങ്ങൾ, അത് ഹൈന്ദവനായാലും അത് ക്രൈസ്തവനായാലും അത് ഇസ്ലാം ആണെങ്കിലും, അവൻ്റെ മതവിശ്വാസം പൊതിഞ്ഞ് അവൻ സൂക്ഷിക്കുന്നത് ഈ പട്ടുതുവാലയിലാണ്. ഈ ഭാരതീയമായ ഈ മണ്ണിൻ്റെ മണമുള്ള പട്ടുതുവാലയിലാണ് അവനത് സൂക്ഷിക്കുന്നത്. അത് പിച്ച് ചെയ്യാൻ ഒരാൾക്കും കഴിയുകയില്ല. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് പലപ്പോഴും മത പ്രസ്ഥാനങ്ങളോ അല്ലെങ്കിൽ മത നിലപാടുകളോട് എനിക്ക് പറയാനുള്ളത്, ഈ സമൂഹത്തിലെ മതത്തിൻ്റെ ഏറ്റവും വലിയ ചുമതല ഈശ്വരന് കാവൽ നിൽക്കുകയല്ല, സഹോദരന് കാവൽ നിൽക്കലാണ്. ഈശ്വരന് ആരുടെയും കാവൽ ആവശ്യമില്ല. സഹോദരന് കാവൽ നിൽക്കാൻ മതങ്ങൾ കാരണമാകണം. ഇന്നത്തെ സാമൂഹിക തിന്മകളൊക്കെ തന്നെ നടമാടുന്നത് സഹോദരൻ്റെ നേരെയുള്ള കയ്യേറ്റമാണ്. ഈ കയ്യേറ്റത്തിന് മതങ്ങൾ ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ മതങ്ങളിലൂടെ തന്നെ ഇന്ന് സാമൂഹിക തിന്മകൾ പടരാനും വ്യാപിക്കാനും കാരണമാകുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള തിന്മകൾക്കെതിരെ ഒന്നിച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം. കേരളത്തിലെ എനിക്ക് എല്ലാ മതവിഭാഗങ്ങളോടും പറയാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾ യത്തീംഖാന നടത്തുന്നു, ഞങ്ങൾ അനാഥശാല നടത്തുന്നു, ഗവൺമെൻറ് ബോയ്സ് ടൗണുകൾ നടത്തുന്നു, ഇതെല്ലാം നല്ലതാണ്. പക്ഷെ എന്തുകൊണ്ട് നമുക്ക് പരസ്പരം കൈകോർത്തുകൊണ്ട് സാമൂഹിക പ്രതിബദ്ധതയോടുകൂടെ ഒരു സ്ഥാപനമെങ്കിലും ഒന്നിച്ച് നടത്താൻ നമുക്ക് പരിശ്രമിച്ചുകൂടാം? മുസ്ലിമുകളും ക്രൈസ്തവരും ഹൈന്ദവരെല്ലാം കൂടെ ചേർന്ന് അങ്ങനെയുള്ള ഒരു സാംസ്കാരിക കൈമാറ്റം അത് ആവശ്യമായിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വഴിപിഴച്ച തലതിരിഞ്ഞ പ്രസ്ഥാനങ്ങൾ ഒരുപക്ഷെ നാട് മുഴുവൻ കുട്ടിച്ചോറാക്കാനുള്ള സാധ്യതയുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇവിടെ നോമ്പ് തുറക്കെ എന്നെ ക്ഷണിച്ചാലും ഇല്ലെങ്കിലും ഞാൻ സ്ഥലത്തുണ്ടെങ്കിൽ അവിടെ പോകും. അവിടെ ചെല്ലുന്നത് നോമ്പാചരിക്കുന്ന എൻ്റെ മുസ്ലിം സഹോദരങ്ങൾ കാണിക്കുന്ന തീവ്രമായിട്ടുള്ള ത്യാഗം
അവർക്ക് സ്വർഗത്തെ മോക്ഷത്തെ പോകാനുള്ള ഒരു പരിശ്രമം മാത്രമല്ല, അവരുടെ ത്യാഗം ഈ നാടിൻ്റെ നന്മയ്ക്ക് കാരണമാണ്. വ്യക്തികളുടെ സംസ്കരണം, കുടുംബങ്ങളുടെ സംസ്കരണം, വിദ്യാർത്ഥികളുടെ സംസ്കരണം. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് SSF പോലുള്ള പ്രസ്ഥാനങ്ങൾ പാലമാകാൻ കാലമായിരിക്കുന്നു. നമ്മൾ പാലമാകേണ്ടിയിരിക്കുന്നു. പലപ്പോഴും നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങളെ ഈ കരിപിടിച്ച ദുഷ്പ്രചരണങ്ങൾ കാണുമ്പോൾ നമുക്ക് ചിലപ്പോഴൊക്കെ അവരോട് അസ്വസ്ഥത തോന്നാറുണ്ട്. ഞാൻ ഇന്നലെ ഇവിടെ വന്നിരുന്നു. എന്നോട് എൻ്റെ ഡ്രൈവർ ചോദിച്ചു, നമ്മുടെ ഒരു പരിപാടിയല്ല, എന്തിനാ പിന്നെ ആ പിതാവ് ഇടയ്ക്കിടയ്ക്ക് പോയി ഇവിടെ നോക്കുന്നത്? ഞാൻ പറഞ്ഞു, അവരെല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ഈ രജത ജൂബിലിയുടെ ഫിനാലെ ഇവിടെ ഭംഗിയായിട്ട് നടക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇവിടുത്തെ ക്രൈസ്തവൻ ആഗ്രഹിക്കുന്ന ഒരു സംസ്കാരം, അതാണ് നമുക്കിന്ന് വേണ്ടത്. ഇവിടെ തൃശ്ശൂർ പൂരം നടക്കുമ്പോഴും അതിവിടുത്തെ ഏതോ ഹൈന്ദവരുടെ ഒരു തറവാട്ടുത്സവമാണ്, അതിൽ നിന്ന് മാറി നിൽക്കുന്നത് അല്ല. അത് വിജയിപ്പിക്കാൻ ഞാനും നിങ്ങളും എന്തുമാത്രം ചെയ്യാൻ സാധിക്കുമെന്നതിനെ കുറിച്ചുള്ളൊരു ചിന്ത, അതെനിക്ക് തോന്നുന്നു അതാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് കുലം നിന്നു പോകും. ആ ഒരു മുള പൊട്ടൽ, അവിടെയാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് ഇനിയും വളരാനുള്ള ഒരു മേഖലയുണ്ട്. എനിക്ക് പലപ്പോഴും ഈ ഇന്നത്തെ ഒച്ചപ്പാടുകളുടെ ബഹളത്തിൽ നമ്മളെല്ലാം ഞാനൊരിക്കൽ പറഞ്ഞു, ഞാൻ മരിക്കുന്നത് 2 നിബന്ധനകളോട് കൂടിയിട്ടാണ്. ഒരു നല്ല ഇന്ത്യക്കാരനായിട്ട് മാത്രമേ ഞാൻ മരിക്കുകയുള്ളൂ, ഒരു സ്ഥലത്തേക്ക് ഒളിച്ചോടില്ല. ഒരു നല്ല ക്രൈസ്തവനായിട്ട് ഞാൻ മരിക്കും. അതെല്ലാവരും അങ്ങനെ ആയിരിക്കട്ടെ. അതാത് മതങ്ങളുടെ മൂല്യങ്ങൾ ഇവിടുത്തെ സാംസ്കാരിക പൈതൃകങ്ങൾക്ക് അനുയോജ്യമായിട്ട് ഈ നാടിൻ്റെ നന്മയിൽ ഒന്നു ചേരാൻ നമുക്ക് കഴിയട്ടെ. ഇങ്ങനൊരു വേദിയിൽ നിങ്ങളെ കാണാനും നിങ്ങളോട് സംസാരിക്കാനും എനിക്ക് കഴിഞ്ഞതിൽ ഒരുപാട് ആനന്ദമുണ്ട്. ഞാനിവിടെ നിൽക്കുമ്പോൾ സ്വന്തം തറവാട്ട് വീട്ടിൽ വന്ന് കൂടിയതുപോലുള്ളൊരു അനുഭവത്തിലാണ്. നിങ്ങൾക്ക് ഞാൻ നന്മ നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ ചടങ്ങിൻ്റെ മുഖ്യാതിഥി പ്രഗത്ഭനായ പാർലമെൻറ്റേറിയൻ, അധസ്ഥിത മർദ്ദിത ന്യൂനപക്ഷങ്ങളുടെ അവകാശ സംരക്ഷണത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും ശക്തനായ ശബ്ദം ET മുഹമ്മദ് ബഷീർ സാഹിബ് MP സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നു. ആദരപുരസ്സരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട നമ്മുടെ നേതാക്കൾ ഇവിടെ തങ്ങളവകൾ ഇതിൻ്റെ ഉദ്ഘാടനം അതിനുശേഷം ശ്രീ സുരേന്ദ്രനോട് സംസാരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ബഹുമാനപ്പെട്ട ബിഷപ്പ് അദ്ദേഹം സംസാരിച്ചു. ഇനി ശ്രീ ചന്ദ്രമോഹനും അതുപോലെ നമ്മുടെ സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്യയും മറ്റ് പല നേതാക്കന്മാരും സംസാരിക്കാനുമുണ്ട്. അതുകൂടാതെ SKSSFിൻ്റെ തന്നെ സമ്പന്നരായ നേതാക്കൾ ഈ വേദിയിലുണ്ട്. അതെല്ലാം വെച്ചുകൊണ്ട് ദീർഘമായൊരു പ്രസംഗമല്ല ഞാൻ ചെയ്യുന്നത്. ഞങ്ങളെല്ലാം യഥാർത്ഥത്തിൽ വന്നിട്ടുള്ളത് SKSSFിൻ്റെ തന്നെ സ്വന്തം ആൾക്കാരെന്നുള്ള നിലയിൽ നമ്മുടെ കുട്ടികൾ നടത്തുന്ന വളരെ മാതൃകാപരമായിട്ടുള്ള ഈ പരിപാടിയിൽ പങ്കുവഹിക്കുക എന്നത് വെച്ചുകൊണ്ട് മാത്രമാണ്. അതിഥികളാണ് കൂടുതൽ സംസാരിക്കേണ്ടത്. ഇവിടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട തങ്ങളവകൾ മുനവർ ലിമോൻ ഇതിൻ്റെ മൗലികമായ ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ച് കാണും. ഇതിലിപ്പോൾ ഈ സമ്മേളനത്തിൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് SKSSFും ഇവിടുത്തെ സുന്നി പ്രസ്ഥാനവുമൊക്കെ ഏത് കാലഘട്ടത്തിലും എടുത്തിട്ടുള്ളൊരു നയസമീപനമുണ്ട്. അതുകൊണ്ടാണ് ശ്രീ സുരേന്ദ്രനോട് ചൂണ്ടിക്കാണിച്ചത്, ഇന്ത്യയിൽ വർഗീയത തലവെക്കാൻ ശ്രമിച്ച ഘട്ടങ്ങളിലെല്ലാം തന്നെ അതിൽ വികാരപരമായ സമീപനമെടുക്കാതെ വിവേകത്തോടു കൂടിയുള്ള സമീപനമെടുത്ത മഹാനായ നേതാവായിരുന്നു ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങൾ അവർ. തങ്ങളവർ അന്ന് ബാബരി മസ്ജിദിൻ്റെ ഏറ്റവും സംഭീതിജനമായ നാളുകളിൽ
സമാധാനത്തിൻ്റെ സന്ദേശമായി നാട്ടിൽ നടന്നപ്പോൾ അതിനെ പിന്തുണച്ചവരാണ് നമ്മളെല്ലാം. ഇന്ത്യയുടെ മതേതര ചരിത്രത്തിൻ്റെ ഗതിമാറ്റിയ സംഭവമാണ് ബാബരി മസ്ജിദിൻ്റെ തകർച്ച. അത് കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്ന് ഗുജറാത്ത് കലാപം, അത് കഴിഞ്ഞാൽ പിന്നെ മണ്ഡൽ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നടന്ന സംഭവവികാസങ്ങൾ. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഈ 3 സംഭവങ്ങൾ ഇന്ത്യയുടെ ഗതിമാറ്റിയ സംഭവങ്ങളാണ്. അത്തരം സംഭവങ്ങളിലെല്ലാം തന്നെ ആവേശഭരിതമായി വികാരത്തിൻ്റെ കൂടെ നിൽക്കാതെ വിവേകത്തോടൊപ്പം നിൽക്കുകയും നാട്ടിലെ ജനങ്ങൾക്കിടയിൽ സൗഹാർദ്ദമുണ്ടാക്കാൻ വേണ്ടി ദുആ ചെയ്യുകയും ചെയ്ത പ്രസ്ഥാനമാണ് അഹ്ലുസുന്നത്ത് ജമാഅത്തിൻ്റെ പ്രസ്ഥാനം. ഇവിടുത്തെ SKSF-ഉം അവരുടെ മാതൃസംഘടനയിലുമൊക്കെ തന്നെ സമീപനങ്ങൾ. ഇവിടെ ഇപ്പോൾ മതേതരത്വവും രാഷ്ട്രഭാവിയും എന്നതാണ് നമ്മൾ ചർച്ച ചെയ്തത്. ശരിക്കും ഇതൊന്നാണ്. മതേതരത്വം ഇല്ലെങ്കിൽ ഇന്ത്യയില്ല. അതിൻ്റെ ചുരുക്കമെന്നാണ്. ഇന്ത്യ എന്ന് പറയുന്നത് വിശ്വസംസ്കാരത്തിൻ്റെ സംഗമഭൂമിയാണ്. ഇവിടെ എല്ലാ മതങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന ഒരുപാട് ചർച്ചകൾക്ക് ശേഷം സെക്യുലർ ഡെമോക്രസി എന്ന തത്വം അംഗീകരിച്ചത്. ഭരണഘടനയെ സംബന്ധിച്ച് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ചർച്ച നടന്നപ്പോൾ ചിലർ നിർദ്ദേശം വെച്ചു, നമുക്ക് ദൈവത്തിൻ്റെ നാമത്തിൽ എന്ന് പ്രിയാമ്പിളിൽ വെക്കാം. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ മതവിശ്വാസികളായ ആളുകൾ പറഞ്ഞു പറ്റില്ല. അവർ ദൈവവിശ്വാസികളായിരുന്നു, ഉറച്ച ദൈവവിശ്വാസികളായിരുന്നു. അവർ പറഞ്ഞു അങ്ങനെ നമ്മളിത് ചേർക്കണ്ട. കാരണം ഇന്ത്യ എന്ന് പറഞ്ഞാൽ മതം വിശ്വസിക്കുന്നവരുണ്ട്, വിശ്വസിക്കാത്തവരുണ്ട്. അപ്പോൾ അവർക്കൊരു അസൗകര്യം ഉണ്ടാക്കേണ്ട കാര്യമില്ലെന്ന് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ വാദിച്ചത് മതബോധമുള്ള പണ്ഡിത സ്വഭാവമുള്ള ആൾക്കാരായി. അങ്ങനെ കിട്ടിയതാണ് നമ്മുടെ മതേതരത്വ സംസ്കാരം എന്ന് പറയുന്നത്. മഹാത്മാഗാന്ധി പറഞ്ഞു, എൻ്റെ സങ്കല്പത്തിൽ ഇന്ത്യ ഹിന്ദുവിൻ്റെ സ്വന്തം ഇന്ത്യയല്ല, ക്രിസ്ത്യാനിയുടെ സ്വന്തം ഇന്ത്യയല്ല, മുസൽമാൻ്റെ സ്വന്തം ഇന്ത്യയല്ല, എല്ലാവരുടെയും സ്വന്തമായ ഇന്ത്യ. അങ്ങനത്തെ രാജ്യം നമ്മുടെ നാട്ടിലില്ലാത്ത മതങ്ങളില്ല, എല്ലാ മതങ്ങളും ഉണ്ട്. ലോകത്ത് അവസാനം ജനിച്ച മതമാണ് ബഹായി മതം. ഡൽഹി പോയി നോക്കിയാൽ അറിയാം, ഡൽഹിയിൽ ബഹായി മതത്തിനുള്ള അത്ര ഭംഗിയുള്ള ആരാധനാ കേന്ദ്രമുള്ള ഒറ്റ സ്ഥലവുമില്ല. ഇന്ദിരാഗാന്ധി ഇന്ത്യൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് 50 ഏക്കർ സ്ഥലം കൊടുത്തിട്ടാണ് ബഹായി മതത്തിൻ്റെ ലോട്ടസ് ടെമ്പിൾ ഉണ്ടാക്കിയത്. ഞാനവിടെ കാണാൻ പോയിട്ട്, ഡൽഹി കാണാൻ പോകുന്ന എല്ലാവരും കാണാൻ പോകുന്ന ആദ്യത്തെ സ്ഥലം ലോട്ടസ് ടെമ്പിളാണ്. അത്രയ്ക്ക് ഭംഗിയുള്ള ആരാധനാ കേന്ദ്രമാണത്. അപ്പോൾ അങ്ങനത്തെ എല്ലാ വിഭാഗത്തിനും വേരുകളുള്ള രാജ്യമാണ്. ആ മതങ്ങളെല്ലാം താലോലിച്ച രാജ്യമാണ്. മതേതൃത്വമില്ലാഞ്ഞാൽ നമ്മളില്ല. ശരിക്കും പറഞ്ഞാൽ ലോകത്തിൽ ഇന്ത്യയോടൊപ്പം സ്വാതന്ത്ര്യം പ്രാപിച്ച പല രാജ്യങ്ങളും തമ്മിലടിച്ച് ഇല്ലായ്മയായി ഇട്ട് പോലും ഇന്ത്യ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? മതേതരത്വത്തിൻ്റെ ചരടിൽ ഇന്ത്യൻ ജനതയെ കോർത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇന്ത്യ തകർന്നു പോകുമായിരുന്നേനെ. അപ്പം ഈ വിഷയമെന്ന് പറയുന്നത് പ്രാണവായു പോലെ ഇന്ത്യക്ക് അനിവാര്യമായ ഒരു വിഷയമാണ്. പിന്നെ ഇന്ന് കാണുന്ന ഇന്ത്യയെ ഇന്ത്യയാക്കിയത് എല്ലാ മതങ്ങളും കൂടിയാണ്. ഇവിടുത്തെ രാഷ്ട്രീയം, ഇവിടുത്തെ സാഹിത്യം, ഇവിടുത്തെ കല, ഇവിടുത്തെ സംഗീതം, ഇവിടുത്തെ നൃത്തം, ഇവിടുത്തെ ശില്പ വേല, ഇവിടുത്തെ എല്ലാറ്റിലും എല്ലാ സമുദായത്തിൻ്റെ എലമെൻ്റ് ഉണ്ട്. മുസ്ലിം കോൺട്രിബ്യൂഷൻ ഉണ്ട്, ഹൈന്ദവ സംസ്കാരവുമായി ബന്ധപ്പെട്ടതുണ്ട്, ക്രിസ്ത്യാനിറ്റിയുമായി ബന്ധപ്പെട്ടതുണ്ട്, എല്ലാം ഉണ്ട്. ഇവിടുത്തെ വിദ്യാഭ്യാസ വളർച്ചയുടെ കാര്യം നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ എല്ലാവരുടെയും സംഭാവനകളുണ്ട്. മുസ്ലിങ്ങളുടേതുണ്ട്, ഹിന്ദുക്കളുടേതുണ്ട്. ഇവിടെ ക്രിസ്തീയ പാതിരിമാർ വിദ്യാഭ്യാസ മേഖലയിൽ കൊടുത്ത സംഭാവന എടുത്തു കാണിക്കാതെ, അതെഴുതാതെ ഇന്ത്യയുടെ വിദ്യാഭ്യാസ ചരിത്രം പൂർത്തിയാവില്ല. അങ്ങനെ എല്ലാവരുടെയും സംഭാവന ഇവിടുത്തെ വിദ്യാഭ്യാസത്തിലുണ്ട്, നമ്മുടെ സംസ്കാരത്തിലുണ്ട്, നമ്മുടെ വേഷവിധാനത്തിലുണ്ട്, എല്ലാറ്റിലും ഉണ്ട്. ഇങ്ങനത്തെ രാജ്യത്തെ ലോകത്ത് എവിടെ പോയാലും കാണാൻ ഒക്കില്ല. യൂറോപ്യൻ രാജ്യത്ത് നിങ്ങൾ പോയാൽ എല്ലാവരും വെളുത്ത ആൾക്കാർ, എല്ലാവരും ഓരോ രാജ്യത്തെ ഭാഷ സംസാരിക്കുന്നു. നമ്മുടെ നാട്ടിലാണ് 10-15 ഭാഷ ഭരണഘടന അംഗീകരിച്ച് തന്നെ ഉള്ളത്, ബാക്കി വേറെയും. ഇത്ര വൈവിധ്യമുള്ളൊരു ജനവിഭാഗത്തെ കാണാൻ ഒക്കില്ല. ഇവിടുത്തെ വേഷങ്ങൾ വ്യത്യാസമാണ്.
എന്തെല്ലാം വേഷങ്ങളാണ്. ഇവിടുത്തെ കാലാവസ്ഥ വ്യത്യാസമാണ്. രാജസ്ഥാൻ മരുഭൂമിയിൽ കനത്ത ചൂടുള്ളപ്പോൾ കാശ്മീരിൽ മഞ്ഞ് വീഴ്ചയുണ്ടാവും. കാലാവസ്ഥ ഇത്രയും വ്യതിയാനമുള്ള രാജ്യം, വേഷവിധാനത്തിൽ, ഭക്ഷണത്തിൽ, എല്ലാറ്റിലും ഇത്ര വൈവിധ്യമുള്ള രാജ്യത്തെ ഒരുമിച്ച് നിർത്താൻ സാധിക്കുക മതേതരത്വം കൊണ്ട് മാത്രമാണ്. അതിനെന്താണ് ഇന്നുള്ള ഭീഷണികൾ? ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ്. ഇന്ന് നമുക്കെല്ലാം അറിയാം, നമ്മുടെ രാജ്യത്ത് രണ്ട് തരം പ്രവണതകളുണ്ട്. ഒന്ന്, മതങ്ങൾക്കിടയിൽ തന്നെ തീവ്രവാദപരമായിട്ട് ചിന്തിക്കുന്നവർ. അതിനെപ്പറ്റി എനിക്ക് ഈ മീറ്റിംഗ് പറയാനുള്ള ആദ്യത്തെ കാര്യം, ഓരോ സമുദായത്തിൽ നിന്നകത്തു നിന്നും വരുന്ന തീവ്രവാദ സമീപനങ്ങളെ ആദ്യം എതിർക്കേണ്ടത് ആ മതങ്ങൾ തന്നെയാണ്. വേറെ ആരെയും കൂട്ടുപിടിക്കാൻ പിന്നെ പോകാം. മുസ്ലിം സമുദായത്തിനകത്ത് നിന്ന് തീവ്രവാദം വരികയാണെങ്കിൽ അതിനെ എതിർക്കേണ്ടത് മുസ്ലിം സമുദായമാണ് ആദ്യം. എന്നിട്ടേ മറ്റുള്ളവരെ പിന്തുണ നേടേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെ ഓരോ മതവും ആ ദൗത്യം ഏറ്റെടുക്കണം. അത് ഏറ്റെടുക്കുന്ന സമയത്ത് കുറച്ചൊക്കെ ഒരു വിമർശനം ഉണ്ടാകും. കാരണം കുട്ടികളാണ്, ചെറുപ്പക്കാരാണ്, അവർക്ക് കുറച്ചുകൂടി ആവേശമുണ്ട്, അവരുടെ സിരകളിൽ ചോര തിളക്കുന്നുണ്ട്. അങ്ങനത്തെ കുട്ടികൾക്ക് അനുസരിച്ച വർത്തമാനം പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ അത് ആ കുട്ടികൾ നിൽക്കില്ലെന്ന് തോന്നിച്ച പലർക്കും ഉണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന ആവേശം കിട്ടിയിട്ടില്ലെങ്കിൽ അത് വേണ്ടെന്ന് വെക്കുവാനുള്ള തൻ്റെ ഇടം സംഘടനകൾക്കുണ്ടാവണം. അതിൻ്റെ കൂടെ നിന്ന് കൊടുത്താൽ വലിയ അപകടം പിടിച്ച കാര്യമാണ്. ഹിന്ദുക്കൾക്ക് ഒരു RSS ഉണ്ടെങ്കിൽ മുസ്ലിങ്ങൾക്ക് വേറെ ഒന്ന് വേണമെന്ന് ചിന്തിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അത്തരം പ്രവണത എതിർക്കണം. ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും സഹോദരന്മാരുടെയും ജീവിക്കേണ്ട രാജ്യമാണ്. അതുകൊണ്ടാണ് ബാബരി മസ്ജിദിൻ്റെ സമയത്ത് നാട്ടിൽ മുഴുവൻ നടന്നിട്ട് തങ്ങൾ പ്രസംഗിച്ചത്, ബാബരി മസ്ജിദ് പൊളിക്കാൻ ഇവിടുത്തെ ഒറ്റ ഹിന്ദുവും പോയിട്ടില്ല. എന്തിനാണ് ഇവിടുത്തെ ഹിന്ദുക്കളെ ഉപദ്രവിക്കുന്നത്? ബാബരി മസ്ജിദ് പൊളിക്കാൻ ഏതെങ്കിലും പ്രാന്തന്മാർ പോയിട്ടുണ്ടാവാം. അതുകൊണ്ട് ഇവിടുത്തെ ഒരു സഹോദരനും ഒരു അസൗകര്യം ഉണ്ടാകരുതെന്ന് പറയാനുള്ള കാരണമാണ്. എന്നാൽ ഇപ്പം ചിലർക്കൊരു ചിന്തയുണ്ട്, അങ്ങനെയൊന്നും പോരാ, കുറച്ചുകൂടി കരുത്ത് കാണിക്കണം, കുറച്ചുകൂടി ആവേശം കാണിക്കണം. അത്തരം ആളുകളുടെ സമീപനങ്ങൾ ഗൗരവമായിട്ട് എടുക്കേണ്ടതാണ്. നമ്മളിപ്പോൾ ഒരു പോസ്റ്റർ അല്ലെങ്കിൽ ഒരു പ്രസംഗത്തിൽ ആവേശമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമാണ്. ഞാനിപ്പോൾ നല്ല നാവല് മുറിച്ചുള്ള ഒരാളാണെങ്കിൽ കുറേ കുട്ടികളുടെ സിരകളിൽ ആവേശം കുത്തിവെക്കാൻ എനിക്കൊരു പ്രയാസമില്ല. അല്ലെങ്കിൽ ഒരു കുട്ടി പോകുന്ന സമയത്ത് അവന് മറ്റൊരാളെ ഉപദ്രവിക്കാൻ പറ്റുന്ന വിധത്തിൽ അവനൊരു വർഗീയത കുത്തിവെക്കാനും വലിയ പ്രയാസമില്ല. എന്നാൽ അവരെ നിർമ്മാണാത്മകമായ മാർഗത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് പ്രയാസം. ആ അജണ്ട ആദ്യം എല്ലാ മതവിശ്വാസികളും അംഗീകരിക്കണം. أشهد أن لا إله إلا الله أشهد أن لا إله إلا أشهد أن محمدا رسول الله أشهد حي على الصلاة
حي على الفلاح حي على الله أكبر الله أكبر لا إله إلا الله. അപ്പോൾ ഒന്നാമത്തെ ഉത്തരവാദിത്വം സംഘടനകൾക്ക് തന്നെയാണ്. അത് ഗൗരവമായിട്ട് വർഗീയത അതുകൊണ്ടേ തങ്ങൾക്ക് ഇവിടെ വോട്ട് പിടിച്ചു നിർത്താൻ പറ്റും എന്ന് വിചാരിക്കുന്ന സംഘടനകൾ രാജ്യത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ അപകടമാണ്. അവർ ചെയ്യുന്ന വേറൊരു സമുദായത്തെ പൊളിക്കാനല്ല, രാജ്യത്തെ പൊളിക്കാനാണ്. കാരണം ഇന്ത്യക്ക് സാമുദായികപരമായിട്ടുള്ളൊരു ഐക്യമില്ലെങ്കിൽ ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ ഒക്കില്ല. ഇവിടുത്തെ എല്ലാ സംഗതിയും തകരാറാവും. കലാപങ്ങൾ അവിടുത്തെ എല്ലാ ഡെവലപ്മെൻറ്റും അതോടുകൂടി നിൽക്കും. ജനങ്ങൾ തമ്മിൽ അകന്നു കഴിഞ്ഞാൽ ഈ നാടിന് രക്ഷയില്ല. ആ ഒരു ബോധം എല്ലാ പാർട്ടികളുടെയും മിനിമം പരിപാടിയിൽ ഉണ്ടാക്കണം. അത് BJP ആവട്ടെ, മുസ്ലിം ലീഗ് ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, ഏത് പാർട്ടി ആവട്ടെ. ഈ നയസമീപനം ആത്മാർത്ഥമായിട്ടില്ലെങ്കിൽ അത് മതി നാശം വിതറാൻ. രണ്ടാമത്തെ കാര്യം സർക്കാരിൻ്റേതാണ്. മതേതരത്വത്തിൻ്റെ അടിസ്ഥാന പ്രമാണം എന്താണെന്ന് വെച്ചാൽ എല്ലാ മതങ്ങൾക്കും സ്വാതന്ത്ര്യം ഉണ്ടാവും. ഒരു മതത്തിൻ്റെയും വളർച്ചയ്ക്കോ തളർച്ചയ്ക്കോ സ്റ്റേറ്റ് ഇട കൊടുക്കില്ല. മൂന്നാമത്തേത് സ്റ്റേറ്റിന് പ്രത്യേക മതമില്ല. ജനാധിപത്യ സെക്യുലറിസത്തിൻ്റെ അടിസ്ഥാന പ്രമാണം അതാണ്. രാഷ്ട്രത്തിന് പ്രത്യേക മതമില്ല, ഇന്ത്യക്ക് പ്രത്യേക മതമില്ല. എന്നാൽ ഭരണകൂടം തന്നെ ഈ അടിസ്ഥാന പ്രമാണത്തെ എതിർത്താൽ എന്ത് ചെയ്യും? ഗവൺമെൻറ് ഇടയ്ക്കിടയ്ക്ക് ഓരോ നയങ്ങൾ പ്രഖ്യാപിക്കുന്നു. ഇപ്പോൾ ഇന്ന് നരേന്ദ്രമോദിയുടേതായിട്ട് പ്രസ്താവന 2 ദിവസമായിട്ടുണ്ട്. ഇങ്ങനെ പറ്റില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഓരോരുത്തർക്ക് ഇഷ്ടം പോലെ ഓരോ സമയത്ത് പറയാനുള്ളതല്ല. ഇന്നത്തെ ഹിന്ദുവിൻ്റെ മുഖപ്രസംഗം വളരെ വളരെ ശ്രദ്ധേയമായ മുഖപ്രസംഗമാണ്. അതിൽ അവർ എഴുതിയ തലക്കെട്ട് എന്താണെന്ന് വെച്ചാൽ സെക്യുലറിസം ഈസ് നോട്ട് എ പോളിസി ഓപ്ഷൻ. സെക്യുലറിസം എന്ന് പറഞ്ഞാൽ നയപരമായ നിങ്ങളുടെ ഒരു ഓപ്ഷനല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം വേണ്ടെങ്കിൽ എടുക്കാം എന്നുള്ളതല്ല. ഇറ്റ്സ് കമ്പൽസറി. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഇത് നിർബന്ധമാണ്. ഇപ്പം എന്താണ് ഭരണകൂടം ചെയ്യുന്നത്? ഭരണകൂടം ചെയ്യുന്നത് രാഷ്ട്രത്തിന് പ്രത്യേക നിയമമില്ല, മതമില്ല എന്ന തത്വത്തെ എതിർക്കാൻ വേണ്ടി ഭരണകൂടത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. ശരിക്കു പറഞ്ഞാൽ നരേന്ദ്രമോദിയും ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയും അതുപോലെ തന്നെ വിദേശകാര്യമന്ത്രിയും പരസ്യമായി കോൺസ്റ്റിറ്റ്യൂഷൻ ലംഘിച്ചിരിക്കുകയാണ്. പാർലമെൻറ്റിൽ ആ കാര്യം ഉന്നയിച്ചു, ഞാനും ഉന്നയിച്ചു, മറ്റു പലരും ഉന്നയിച്ചു. ഭഗവത്ഗീതയെ താഴ്ത്തി കെട്ടുന്നവരല്ല നമ്മളാരും. അത് അതിൻ്റെ ഓരോ നമ്മളോട് നമ്മുടെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത് എന്താ വെച്ചാൽ ഒരു മതക്കാരുടെയും ആരാധന ചിഹ്നങ്ങളെ അപമാനിക്കരുതെന്നാണ്, അതിനെ ബഹുമാനിക്കണമെന്നാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു രാജ്യത്ത് പ്രധാനമന്ത്രി ഒബാമ വന്നപ്പോൾ രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രി എന്നുള്ളതിൽ ഭഗവത്ഗീത കൊടുത്തു. പ്രധാനമന്ത്രിക്ക് എന്താ ഭഗവത്ഗീത കൊടുക്കാൻ അവകാശം? പ്രധാനമന്ത്രി ഖുർആനും കൊടുക്കണ്ട, ബൈബിളും കൊടുക്കണ്ട, ഭഗവത്ഗീതയും കൊടുക്കണ്ട. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, ഒരു മതത്തിൻ്റെ പ്രധാനമന്ത്രിയല്ല. എന്നിട്ട് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഒബാമയ്ക്ക് ഭഗവത്ഗീത കൊടുത്തോടുകൂടി അതിന് ഔദ്യോഗിക അംഗീകാരം വന്നു കഴിഞ്ഞു. ഇനി അത് രാഷ്ട്രത്തിൻ്റെ ഗന്ധമായി പ്രഖ്യാപിക്കേണ്ട ഔപചാരിക മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ്. ഒരു രാജ്യം എങ്ങോട്ട് പോവുകയാണ്? എല്ലാ മതങ്ങളെയും ബഹുമാനിക്കാനും
ഒരു മതത്തിൻ്റെയും പ്രത്യേകതയ്ക്ക് കൂട്ടുനിൽക്കാൻ ഗവൺമെൻറ് പാടില്ലെന്നും രാഷ്ട്രത്തിൽ പ്രത്യേകം മതം പാടില്ലെന്നും പറയുന്ന ഒരു രാജ്യത്ത് അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രധാനമന്ത്രി തന്നെ ഈ വിധത്തിൽ പ്രവർത്തിക്കും. ഇപ്പം എന്താ അവരുടെ പുതിയ ആവശ്യം? കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിൽ നിന്ന് സെക്യുലർ ഡെമോക്രസി എന്ന വാക്ക് എടുത്തു കളയണം. പിന്നെ എന്തിനാ പറയണ? സെക്യുലർ ഡെമോക്രസി എന്ന വാക്ക് ഇന്ത്യൻ ഭരണഘടന നിന്ന് എടുത്തു കളഞ്ഞാൽ പിന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് നശിക്കുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മഹാത്മാഗാന്ധിയെ എല്ലാവരും ബഹുമാനിക്കുന്നു. ഇപ്പം ഗോഡ്സെ ആദരിക്കുകയാണ്, ഗോഡ്സെയെ മഹത്വീകരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് ഒരു MP പ്രസംഗിച്ചത് എന്താണെന്ന് വെച്ചാൽ 2 പൗരന്മാരെ ഇവിടെ ഉള്ളൂ. ഒന്ന് രാമൻ്റെ മക്കൾ, മറ്റൊന്ന് ജാരസന്തതികൾ. പ്രസംഗിച്ച സാധാരണ ആളൊന്നുമല്ല, ഒരു MP ആണ്. അങ്ങനെ 2 വിഭാഗം ഈ രാജ്യത്തുള്ളൂ. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ, ഗർഭാപസിയുടെ പേരിൽ എന്തെല്ലാം കലാപങ്ങൾ രാജ്യത്ത് വന്നു, എന്തെല്ലാം രാജ്യത്തുണ്ടായി. വിദ്യാഭ്യാസമാണ് കുട്ടികളെ രാജ്യസ്നേഹം പഠിപ്പിക്കേണ്ടത്. വിദ്യാഭ്യാസ രംഗത്താണെന്ന് ഏറ്റവും അധികം വർഗീയവൽക്കരണം നടക്കുന്നത്. വിദ്യാഭ്യാസം ഇപ്പോൾ മുസ്ലിം ലീഗുകാരനായ ഒരു മന്ത്രിയുടെ കയ്യിൽ വിദ്യാഭ്യാസം കിട്ടിയാൽ ആ മന്ത്രി വിചാരിക്കുകയാണ്, ഞാൻ ഇടയ്ക്ക് ഇത് ഞങ്ങളൊരു ഐഡിയോളജി ഇഞ്ചക്ട് ചെയ്യാൻ കരിക്കുലം ഉപയോഗിക്കാൻ തീരുമാനിച്ചാൽ എങ്ങനെയാണ് നാടിൻ്റെ സ്ഥിതി? ഞാനിവിടെ നോൺ ഡീറ്റെയിലായിട്ട് വരുന്ന ബുക്കിൽ ഇസ്ലാമികമായിട്ടൊരു നോൺ ഡീറ്റെയിൽ കൊണ്ടുവന്നാൽ നാട് എങ്ങോട്ട് പോകും? അധികാരം എന്ന് പറയുന്നത് നിങ്ങളുടെ ഐഡിയോളജി കുത്തി ഏൽപ്പിക്കാനുള്ളതല്ല, മറിച്ച് കുട്ടികളിൽ നന്മ ഉത്തേജിപ്പിക്കേണ്ട ആ ഘട്ടം ഇന്ന് എല്ലാ തലത്തിലും വർഗീയവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടികൾ നാളെ പുറത്തു വരുന്ന സമയത്ത് അവർ കൂടുതൽ കൂടുതൽ വർഗീയവാദികളാകാൻ പറ്റുന്ന വിധത്തിൽ NCERT വർഗീയവൽക്കരിക്കുന്നു, UGC വർഗീയവൽക്കരിക്കുന്നു, ഇന്ത്യൻ കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക് റിസർച്ച് വർഗീയവൽക്കരിക്കുന്നു. ആ എല്ലാ തലങ്ങളും ആ സ്വഭാവത്തിൽ വർഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ അപകടകരമായിട്ടുള്ള സ്ഥിതിയിലേക്ക് നമ്മുടെ രാജ്യം പോവുകയാണ്. ഇതിൽ മീഡിയ സുഹൃത്തുക്കളൊക്കെ ഇവിടെയുണ്ട്. ഞാൻ അവരോടെല്ലാം അഭ്യർത്ഥിക്കുന്നൊരു കാര്യം, നിങ്ങളും കാര്യമായി പങ്കുവഹിക്കണം. കാരണം അഭിപ്രായങ്ങൾ ഉണ്ടാക്കുന്ന മീഡിയയാണ്. മീഡിയ ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് കഴിയുന്നത്ര പിന്തിരിയണം. ഒരു ചെറിയ പൊരിമതി ജ്വാലയായി തീരാൻ വേണ്ടി, ഒരു വെടിമരുന്ന് ശാലയ്ക്ക് തീ കൊടുക്കുന്ന വിധത്തിലാകാൻ വേണ്ടി. ഒറ്റ ഉദാഹരണം ഇവിടെ സുരേന്ദ്രൻ ചൂണ്ടിക്കാണിച്ചു. ഇവിടെ യത്തീംഖാനയിലേക്ക് കുട്ടികൾ കൊണ്ടുവരുന്ന പ്രശ്നം എന്തായിരുന്നു? എല്ലാ ദിവസവും അന്ന് ഞങ്ങളൊക്കെ TV-യിലായിരുന്നു. എന്തല്ല ഇവിടെ പറഞ്ഞത്? കുട്ടികളെ കൊണ്ടുവരുന്നു, മനുഷ്യക്കടത്ത് ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞു. ചാർജ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞവരാ ഞാനൊക്കെ ഒരുപാട് എതിർപ്പ് നേരിടേണ്ടി വന്നു. ഞങ്ങൾ പറഞ്ഞു, എല്ലാ പത്രങ്ങളും ഇവിടെ കഥ എഴുതുകയായിരുന്നു. മനുഷ്യക്കടത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ മനുഷ്യക്കടത്തിനൊരു നിർവചനമുണ്ട്. എന്താണെന്നറിയോ? ലൈംഗിക ചൂഷണത്തിന് വേണ്ടി കണ്ണ് പോലുള്ള അവയവങ്ങൾ എടുത്തു കളഞ്ഞിട്ട് കുട്ടികളെ ഭിക്ഷയാചിക്കാൻ ഉപയോഗിക്കുന്നതിന് വേണ്ടി, കുട്ടിവേല ചെയ്യിക്കുന്നതിന് വേണ്ടി, ദുർബോധനം നടത്തിയോ പണം കൊടുത്തോ കുട്ടികളെ കടത്തിക്കൊണ്ടുവരുന്ന കേസാണ് ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങൾ നിരന്തരമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നു. അതിനെതിരായിട്ട് പറയുന്നവന് രക്ഷയില്ലാത്ത സ്വഭാവത്തിൽ എല്ലാവരും കൂടി ഒരു വലിയ സംഭവം ഉണ്ടാക്കി. അവിടുന്ന് വന്ന കുട്ടിയൊക്കെ എല്ലാവർക്കും ടിക്കറ്റ് ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ അതിൻ്റെ പ്രൊസീജിയർ പാലിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നല്ല പ്രശ്നം. ഇല്ലെങ്കിൽ അതിന് വേണ്ടി ചാർജ് എടുക്കുക ചെയ്യണം. പക്ഷെ അനാഥശാലകളിലേക്ക് കുട്ടികളെ കൊണ്ടുവരുന്നവർ ഇവിടെ ഈ കുട്ടിക്കടത്തിൻ്റെ പേര് ചെയ്യുന്ന ഒഫൻസാണ് ചെയ്യുന്നത് എന്നുള്ള സ്വഭാവത്തിലേക്ക് വലിയ തോതിൽ ഇവിടെ പ്രചരണം നടന്നു. പ്രചരണമൊക്കെ കഴിഞ്ഞ് ആ യത്തീംഖാനക്കാരുടെ പേരിൽ ജാർഖണ്ഡിൽ കേസെടുത്ത് ആ കുട്ടികളെ രക്ഷിതാക്കൾ പേടിച്ച് വിറച്ച് ഇനി ഈ നാട്ടിലേക്ക് ഒറ്റ കുട്ടീനെ അയക്കാൻ പറ്റില്ല എന്നുള്ള മാനസികാവസ്ഥയിൽ അവരെത്തി. അത് കഴിഞ്ഞിട്ട് ഹൈക്കോടതിയും പറഞ്ഞു ഇതിലൊരു തെറ്റുമില്ല, സുപ്രീം കോടതിയും പറഞ്ഞൊരു തെറ്റുമില്ല. എഴുതിയവരെവിടെ പോയി? അവർക്കിനി മറച്ച് എഴുതാൻ ഒക്കുമോ? അവർ വിതച്ചിട്ടുള്ള വിഷവിത്ത് ഇവിടെ ബാക്കിയുണ്ട്. ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ്. മീഡിയ കൂടി ആത്മാർത്ഥമായിട്ട് വിചാരിച്ചാലേ വർഗീയതയുടെ പ്രസരണം തടയാൻ ഒക്കും. ഇവിടെ ഒരു കാലത്ത് വലിയ പ്രചരണം ഉണ്ടായിരുന്നു.
ലവ് ജിഹാദ് നടക്കുന്നു. എല്ലാ മലയാളം വാരികയിലും ഇംഗ്ലീഷ് വാരികയിലും ലവ് ജിഹാദിൻ്റെ വർത്തമാനമായിരുന്നു. അപ്പം എന്താണ്? മറ്റ് സമുദായത്തിലെ കുട്ടികളെ പ്രേമിച്ച് അവരെ ഇസ്ലാമിലേക്ക് കൂട്ടാൻ വേണ്ടിയ ഗൂഢസംഘം പ്രവർത്തിക്കുന്നു. ഈ പറയുന്നവർക്ക് ലവ് എന്താണെന്ന് അറിയില്ല, ജിഹാദ് എന്താണെന്ന് അറിയില്ല. ഒരിക്കലും ഇത് രണ്ടും ഒരുമിച്ച് പോകാത്ത കാര്യമൊന്നും ചിന്തിക്കാനുള്ള വിവരവുമില്ല. അത് വേറെ സംഗതിയാണ്. ഇസ്ലാമിൽ അങ്ങനെ ആളുകളെ ചാടിച്ച് കൊണ്ടൊന്നും മതത്തിൽ ചേർത്താൻ പറ്റൂല. അവരോട് ഇസ്ലാം പറഞ്ഞു കൊടുക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വിദായിൽ വെച്ച് നമ്മളെ ഏൽപ്പിച്ച കാര്യമാണ്. അത് ഇന്ന നല്ലതാണ്, നിങ്ങളിൽ എൻ്റെ സംഗതി ഉണ്ടെന്ന് പറയാൻ ബാധ്യസ്ഥമാണ്. പക്ഷെ ഒരാളോട് പറഞ്ഞ് പറ്റിച്ച് പ്രേമം നടിച്ച് കൊണ്ടുവന്നിട്ട് ഒറ്റ ദിവസം അങ്ങ് ഷഹാദത്ത് കലിമ കൊടുക്കാൻ ഇസ്ലാമിൽ വകുപ്പില്ല. മതത്തിൽ നിർബന്ധമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം. എന്നിട്ട് എന്തെല്ലാം കഥകൾ ഇവിടെ പ്രചരിപ്പിച്ചു. ചിലരൊക്കെ വിചാരിച്ച് ഈ പറഞ്ഞതിൽ വല്ല ശരിയുണ്ടോ? ഇവിടെ ആരെങ്കിലും കണക്ക് നോക്കാൻ പോയിട്ടുണ്ടോ? ഈ സമുദായത്തിൽ ആ സമുദായത്തിൽ എത്ര പോയി, ആ സമുദായത്തിൽ ഇങ്ങോട്ട് എത്ര പോയി? ആ സ്വഭാവത്തിലേക്ക് ഇവിടെ ആരും കണക്ക്. മീഡിയ എന്ന് പറയുന്നത്, ഞാൻ പറയട്ടെ, വളരെ വലിയവരാണ്. മീഡിയ അഭിപ്രായ രൂപീകരണത്തിൻ്റെ രംഗമാണ്. ഗൗരവമായി മീഡിയയുടെ സഹകരണത്തിൽ വേണം. പിന്നെ ഭരണകൂടങ്ങൾ വരികയും പോവുകയൊക്കെ ചെയ്യും. അതിൻ്റെ മറവിൽ അഴിഞ്ഞാട്ടത്തിന് നിന്നാൽ എന്ത് സംഭവിക്കും? നാം പുലർത്തിപ്പോരുന്ന ഒരുപാട് നന്മ അവസാനിക്കും. ഇപ്പം കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന 2 വാർത്തയുണ്ട്. ഒന്നൊരു സിനിമനെ പറ്റിയാണ്, ഒരു നോവലിനെ പറ്റിയാണ്. ഞാൻ സിനിമ കാണുന്ന ഒരാളല്ല, സ്കൂൾ പഠിക്കുന്ന കാലത്തൊക്കെ കണ്ടിരുന്നു. ആ നോവലും ഞാൻ വായിച്ചിട്ടില്ല. ഒരു സിനിമ PK എന്ന് പറഞ്ഞിട്ട് ഹിന്ദി സിനിമയാണ്. സിനിമയിലെ കാര്യത്തെപ്പറ്റി വാർത്താ മാധ്യമങ്ങളിലൊക്കെ വരുന്നത്, ആകാശഗോളത്തിൽ നിന്ന് ഒരു ആൾ ഭൂമിയിൽ ഇറങ്ങിയത്ര, രാജസ്ഥാൻ മരുഭൂമിയിൽ മടങ്ങിപ്പോകാനുള്ള ഡിവൈസ് ആരോ കട്ടുകൊണ്ടുപോയി. അങ്ങനെ അയാളിങ്ങനെ നടന്ന് കറങ്ങി ഒരുപാട് ആൾ ദൈവങ്ങളെ കണ്ടു. ആൾ ദൈവങ്ങളെ കണ്ടതിനെക്കുറിച്ച് ആ സിനിമയിലുണ്ടത്രേ. പ്രശ്നമായെന്ന് മാത്രമല്ല, ആ സിനിമയ്ക്കെതിരായിട്ട് തിയേറ്ററിൽ കല്ലേറായി, പ്രശ്നമായി, ബുദ്ധിമുട്ടായി. വല്ല കാര്യമുണ്ടോ? ഇവിടെ പണ്ട് MT വാസുദേവനാരുടെ സിനിമയ്ക്ക് ഇന്ത്യൻ്റെ പ്രസിഡന്റ് അവാർഡ് കിട്ടിയിരുന്നു, നിർമാല്യം. ആ സിനിമയ്ക്ക് ഇന്ത്യൻ്റെ പ്രസിഡന്റ് അവാർഡ് കിട്ടിയപ്പോൾ ആ സിനിമയുടെ ഈ സിനിമ കാണുന്നവരൊക്കെ ഇന്ത്യൻ പ്രസിഡന്റ് തന്നെ നല്ല അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചുകൊണ്ടാണ് കൊടുത്തത്. ഞാൻ വിചാരിക്കുകയാണ്, അന്ന് MT എഴുതിയ സിനിമ എന്നാലും ഇന്ന് MT എഴുതുകയാണെങ്കിൽ ബുക്ക് അവിടെ വെക്കാം, സിനിമ ഹാളിൽ കയറ്റാൻ നിൽക്കുമോ? അതിൽ അഭിനയിച്ച നടന് നാട്ടിൽ കൂടെ നടക്കാൻ പറ്റുമോ? കാലത്തിൻ്റെ മാറ്റം അങ്ങനെയാണ്. ഒരു സാഹിത്യകാരൻ പെരുമാൾ മുരുകൻ, തമിഴ്നാട്ടിലെ സാഹിത്യകാരനാണ്. 5 പുസ്തകം എഴുതിയിട്ടുണ്ട്. 5 പുസ്തകം ബെസ്റ്റ് സെല്ലേഴ്സാണ് തമിഴ്നാട്ടിലെ. 2010 എഴുതിയ പുസ്തകമാണ്. 2013 അതിന് ഇംഗ്ലീഷ് പതിപ്പ് വന്നു. ഒരു പ്രശ്നം ആർക്കുമില്ല. ഇംഗ്ലീഷ് പതിപ്പ് വന്നപ്പോൾ മലേഷ്യ എന്നൊരു ഒരാൾ ഈ പുസ്തകം വായിച്ചത്രേ. വായിച്ചിട്ട് തമിഴ്നാട്ടിലേക്ക് വിവരം പറഞ്ഞു, വലിയ അപകടമാണ് ഈ പുസ്തകം, ഇതുകൊണ്ട് എന്ത് വേണം, ഇതിനെ എതിർക്കണം. ഇത് എതിർത്തെന്ന് മാത്രമല്ല, ആ എഴുത്തുകാരൻ കഷ്ടത്തിലായി, ഇനി ജീവിക്കാൻ പറ്റില്ലെന്ന അവസ്ഥ വന്നു. അവസാനം അദ്ദേഹം ഒരു കുറിപ്പ് എഴുതി വെച്ചു. ലോകത്തിൽ ഇന്ന് വരെ ഒരു സാഹിത്യകാരൻ എഴുതി വെക്കാത്ത കുറിപ്പാണ്. ആ കുറിപ്പിൽ അദ്ദേഹം എഴുതി, പെരുമാൾ മുരുകൻ എന്ന ഞാൻ മരിച്ചു പോയിരിക്കുന്നു. പുനർജന്മത്തിൽ എനിക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ട് എന്നെ നിങ്ങൾ രണ്ടാമത് കാണില്ല. മാത്രമല്ല, എൻ്റെ ഒരൊറ്റ കഷ്ണം പുസ്തകം ഒറ്റ ബുക്ക് സ്റ്റോളിലും ഇനി ബാക്കി ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ മരിച്ചതായി നിങ്ങൾ കണക്കാക്കുക എന്ന് എഴുതി വെച്ച് അദ്ദേഹം സാഹിത്യം നിർത്തി. ഞാൻ ആലോചിക്കുകയാണ്, ഓരോ സമുദായത്തിലെയും തെറ്റായ പ്രവൃത്തികൾക്കെതിരായി, പൊങ്ങച്ചത്തിനെതിരായി ഇവിടെ പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീർ മുസ്ലിം സമുദായത്തിനകത്തുള്ള പല പൊങ്ങച്ചത്തെക്കുറിച്ചും നോവൽ എഴുതിയപ്പോൾ ഇവിടെ ആളും ബഷീറിനെ തല്ലാൻ പോയിട്ടില്ല. KT മുഹമ്മദ് നാടകം എഴുതിയപ്പോൾ ഇവിടെ ആരും KT മുഹമ്മദിനെ ഉദ്ധരിക്കാൻ പോയിട്ടില്ല. പൊൻകുന്നം വർക്കി ക്രിസ്തീയ മഠങ്ങളിലെ പല വിധത്തിലുള്ള ക്രമക്കേടുകളെ കുറിച്ച് നോവൽ എഴുതിയപ്പോൾ ഒരാളും പൊൻകുന്നം വർക്കിനെ ആക്രമിച്ചിട്ടില്ല. നമ്പൂതിരി ഇല്ലങ്ങളിലെ ദുഃഖത്തെക്കുറിച്ച് ലളിതാംബിക അന്തർജൻ നോവൽ എഴുതിയപ്പോൾ അതിനെ ആരും ഉപദ്രവിച്ചിട്ടില്ല.
അങ്ങനത്തെ ഒരു രാജ്യത്തെ ഇപ്പോൾ എഴുതുന്നതിനെ കണ്ണാട വെച്ച് പരിശോധിക്കുകയാണ്. കണ്ണാട വെച്ച് പരിശോധിക്കുമ്പോൾ പണ്ട് ശരിയായ അക്ഷരമാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ വെക്കുന്ന കണ്ണാടയുടെ കളറിലാണ് എഴുത്ത് കാണുന്നത്. ആ സ്വഭാവത്തിലേക്ക് രാജ്യം പോവുകയാണ്. ഇവിടെ നല്ല ധാർമ്മിക ബോധമുള്ളവർ ഉയർത്തെഴുന്നേൽക്കേണ്ടത്. നമുക്ക് ബാക്കിയായി കിട്ടേണ്ടത് ഈ നാടിൻ്റെ നന്മയാണ്. മറ്റെന്തും ഒരുപക്ഷെ നഷ്ടപ്പെട്ടാൽ ഉണ്ടാക്കാം, സമ്പത്ത് നഷ്ടപ്പെട്ടാൽ ഉണ്ടാക്കാം, സൗകര്യങ്ങൾ നഷ്ടപ്പെട്ടാൽ ഉണ്ടാക്കാം. എന്നാൽ മതേതരത്വം എന്ന അടിസ്ഥാന തത്വം നഷ്ടപ്പെട്ടാൽ പിന്നെ ഉണ്ടാക്കിയെടുക്കാൻ ഒക്കില്ല. അത് നമ്മുടെ രാജ്യത്തിൻ്റെ നാശമാകും. ഇന്ത്യ മഹാരാജ്യത്തെക്കുറിച്ച് നമ്മൾ ലോകത്തിന് മുമ്പിൽ അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യത്തെ പിടിച്ചു നിർത്തുന്ന ഏക ഘടകമെന്ന് പറയുന്നത് സെക്യുലറിസമാണ്. ആ സെക്യുലറിസത്തിനായി പാർട്ടികളുടെ ഭാഗത്തുനിന്ന്, ഭരണകൂടങ്ങളുടെ ഭാഗത്തുനിന്ന്, സാഹിത്യകാരന്മാരുടെ ഭാഗത്തുനിന്ന്, എല്ലാ ഭാഗത്തുനിന്നും വരുന്ന നീക്കങ്ങളെ ഗൗരവമായി വീക്ഷിക്കണം. എന്നിട്ട് നാം അതിൻ്റെ കാവൽക്കാരാകണം. ആ കാവൽക്കാരായി നിൽക്കേണ്ടത് മറ്റാരെക്കാളും ബാധ്യതയുള്ളവരാണ് SKSSന്റെ പ്രവർത്തകന്മാർ. എന്തുകൊണ്ടെന്നാൽ മറ്റെല്ലാ സമുദായത്തിനോടുമുള്ള ബഹുമാനം ഏറ്റവും അധികം കാണിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം. 53-ാമത്തെ വയസ്സിൽ മദീനയിൽ പ്രവേശിച്ച് 63-ാമത്തെ വയസ്സിൽ വഫാത്താകുന്നതിനുള്ള 10 കൊല്ലം മദീന കേന്ദ്രീകരിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി തങ്ങൾ ഇസ്ലാമിക ഭരണകൂടത്തിന് ചിലവാകുകയായിരുന്നു. മക്ക കാലഘട്ടത്തിൽ ജീവിതം എതിർപ്പിൻ്റെ കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ ഉള്ള ജീവിതമായിരുന്നില്ല മദീനയിലെ ജീവിതം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി തങ്ങൾ മദീനയിലെത്തിയപ്പോൾ മദീനയിൽ വെച്ച് ഇസ്ലാമിക ഭരണകൂടത്തിന് ചിലവാകുകയായിരുന്നു. മദീനയിൽ വെച്ച് ജൂതന്മാരും അവിടുത്തെ മുസ്ലിമീങ്ങളും ഒക്കെ കൂടിക്കൊണ്ട് ഉണ്ടാക്കിയ മദീന കരാർ ലോക ചരിത്രത്തിൽ വ്യത്യസ്ത വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ കരാറിൽ വെച്ച് ഏറ്റവും മഹത്തരമായ കരാറാണ്. ജൂതന്മാരും മുസ്ലിമീങ്ങളും എല്ലാവരും മദീനയെ രക്ഷിക്കുന്ന കാര്യത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കണം. അതേ സമയത്ത് ഒരു സമുദായത്തിന് നേരെ പ്രത്യേകമായിട്ട് ഉപദ്രവം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ എതിർക്കണം. ആ സ്വഭാവത്തിൽ ജൂതന്മാരുടെ അവകാശാധികാരങ്ങൾ പോലും വകവെച്ചുകൊണ്ട് ലോകം കണ്ട ഏറ്റവും നല്ല മൈനോറിറ്റി പ്രൊട്ടക്ഷനുള്ള ഭരണ സംവിധാനമായിരുന്നു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയത്. നാം അതിൻ്റെ പിന്തുടർച്ചക്കാരാണ്. അതുകൊണ്ട് സെക്യുലറിസത്തിന് വേണ്ടി സംഘടനാപരമായും വ്യക്തിപരമായും പ്രവർത്തിക്കാനുള്ള ബാധ്യത, നിയോഗം മറ്റാരെക്കാളും ഏറ്റെടുക്കേണ്ടത് SKSSന്റെ യുവാക്കളാണ്. നിങ്ങളെപ്പോലെ ചിന്തിക്കുന്ന ആൾക്കാരാണ്. തീർച്ചയായും ആ ഉത്തരവാദിത്വം കാലഘട്ടത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി നിർവഹിക്കാൻ കഴിയുന്നവരാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന നിങ്ങൾ എന്ന ശുഭാപ്തി വിശ്വാസം എനിക്കുണ്ട്. ആ ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിക്കുന്നതിന് നിങ്ങൾക്ക് പ്രേരണ നൽകുന്ന മഹത്തായൊരു സമ്മേളനമായി ഞാനിതിനെ കാണുന്നു. എല്ലാവിധ നന്മയും നടന്നുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.